എന്നിവിടം ശരിയാകും, അന്ന് നീ എല്ലാം ഗുണം വരും. ചെറുതോ വലുതോ ഒരു വീട് നമ്മുടെ സഭയിലുള്ള ഒരാൾ വെച്ചു. നന്നായിരിക്കുന്നു കേട്ടോ, നന്നായിരിക്കുന്നു. ഇതുടനെ അങ്ങനല്ല കുശുമ്പ് എങ്ങനെ ഒപ്പിച്ചു? മുറി കുറവ്, നീ അവിടെ കിടക്കാൻ പോകുന്നുണ്ടോ? മുറി കുറവാന്നേ ഉണ്ടോ? നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരു സഹോദരൻ ഒരു വണ്ടി മേടിച്ചു, ചെറുതോ വലുതോ കാശ് കൂടിയോ കുറവോ. അയ്യോ നന്നായിരിക്കുന്നു കേട്ടോ, എന്റെ ദൈവമേ, സൈക്കിളിൽ ഒത്തിരി നടന്നതാ, വണ്ടി ഇല്ലാതെ നിങ്ങൾ ഓട്ടോ പിടിച്ച് നടന്നു വെക്കാ, ദൈവം ഒരു നന്നായിരിക്കുന്നു, നല്ലതായിരിക്കുന്നു. അങ്ങനെ അങ്ങ് അഭിനന്ദിക്കേ. ഉടനെ അതല്ല, സെക്കൻഡ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു, ടയർ തേഞ്ഞതാ അല്ലയോ എന്താ. എന്നിവിടം ശരിയാകും, അന്ന് നീ എല്ലാം ഗുണം വരും. ഇതിനകം ശരിയാകണം, വേണ്ടേ? അഭിനന്ദിക്കണം. ഒരാൾ നന്നായിട്ട് വാക്യം വായിച്ചു, പാട്ട് പാടി, അഭിനന്ദിക്കണ്ടേ? ചില സഭയിലുണ്ട്, ഞാൻ ഇന്നാളും പറഞ്ഞു, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, അവർക്ക് കൊടുക്കുകയല്ല. എല്ലാരും അല്ല കേട്ടോ. ഒരു പാസ്റ്ററും ഭാര്യ എനിക്കറിയാം, തള്ള ചുമ്മാ അടക്കോടി ഇരിക്കുമ്പോൾ ഒരു മൈക്കും വെച്ച് അങ്ങ് ഇരിക്കുക, അമറുക കിടന്ന്. എന്നാൽ ആ സമയം നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട്, കൊടുക്കുകയല്ല. അല്ല ഇങ്ങനെ വരുന്ന കോടി ഇരിക്കും പോലെ 5-6 പുസ്തകവും. ഒരിക്കൽ എന്നെ അവിടെ യോഗത്തിന് വിളിച്ചപ്പോ എന്നോട് 1-2 പേര് പറഞ്ഞു, ഈ തള്ള ഏത് പാട്ട് പാടിയാലും ചാടി ഞാൻ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പാട്ടെടുത്തിട്ട് തള്ള മുഴുവൻ പുസ്തകം നോക്കിയിട്ട് പാട്ട് കണ്ടില്ല. വേറെ രീതിയിലാ പാടിയതെന്ന് ഞാൻ പൊതുവെ പറയത്തില്ല. ഞാൻ അന്നുകൊണ്ട് തള്ളയുടെ